തുറസായ പ്രദേശത്തിന് സമീപത്ത് നിൽക്കുന്ന ബേലൂർ മഗ്നയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യസംഘം. ഒപ്പമുണ്ടായിരുന്ന മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലാത്തതും അനുകൂല ഘടകമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഇർഫാൻ ചേരുകയാണ്. ഇർഫാൻ, മാനിവയൽ പ്രദേശത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോൾ കൂടെ ഇല്ലാത്തത് ഒരു അനുകൂല ഘടകമാണ്. ഒപ്പം തന്നെ ഇതൊരു തുറസായ പ്രദേശമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഒരുപക്ഷേ മയക്കുവെടി വെക്കാനുള്ള ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? മനു, ഇപ്പോൾ മാനുവയിൽ അമ്പലവയൽ പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ മുന്നറിയിപ്പ് ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടയിലേക്ക് പോകുന്ന, കാട്ടിക്കുളത്ത് നിന്ന് കുട്ടയിലേക്ക് പോകുന്ന ഒരു പാതയിലാണ്. ഈ പാതയ്ക്ക് സമാന്തരമായി അപ്പുറത്ത് മാനുവയിൽ അമ്പലക്കവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ കാട്ടാന ഉള്ളത്. അതൊരു തുറന്ന പ്രദേശമാണ്. ഈ മാനുവയിൽ എന്ന് പറയുന്നത് കാടിനകത്തുള്ളൊരു തുറന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ അതിന് സമീപമാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തിന് വെടിവെക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഇതിന് സമാനമായ ഒരു രൂപത്തിലാണ് ആ വയലിന് സമീപമുള്ള ആ ഒരു കാടുള്ളത്. ആ കാട്ടിലാണ് ഇപ്പോൾ ആനയുള്ളത്. എടുത്തു പറയേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം മഗ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു കൂടെയുള്ള മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് ദൗത്യസംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആനയെ തുരത്തി തുറസായ പ്രദേശം, മാനുവയിൽ എന്ന തുറസായ പ്രദേശത്തേക്ക് എത്തിച്ച ശേഷം മയക്കുവെടി വെക്കാനാണ് ദൗത്യസംഘത്തെ ഇപ്പോഴത്തെ തീരുമാനം. മാത്രമല്ല ആ പ്രദേശത്ത് കാട്ടിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തടസ്സമല്ല, ഒരു വെല്ലുവിളി അവർക്ക് നേരിടുന്നുണ്ട്. എങ്കിൽ പോലും അതിനെ അതിജീവിച്ച് ആനയെ, കുങ്കിയാനകളെയും പടക്കവും ഉപയോഗിച്ച് തുരത്തി മാനുവയിൽ പ്രദേശത്ത്, തുറസായ പ്രദേശത്ത് എത്തിച്ച ശേഷം വെടിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തൊട്ടപ്പുറത്ത് കാട്ടിക്കുളത്ത് നിന്ന് പനവേലിയിലേക്ക് പോകുന്നൊരു ഈ റോഡിന് സമാന്തരമായ മറ്റൊരു പാതയുണ്ട്. ആ രണ്ട് പാതകൾക്ക് ഇടയിലുള്ള കാട്ടിലാണ് ഇപ്പോൾ ആനയുള്ളത്. മാത്രമല്ല ഈ അപ്പുറത്തെ പാരലായിട്ട് കിടക്കുന്ന അപ്പുറത്തെ ആ ഒരു പാതയ്ക്ക് സമീപം ജനവാസ പ്രദേശമാണ്. ആ ജനവാസ പ്രദേശത്തേക്ക് ആന എത്താതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കവും അല്ലെങ്കിൽ തയ്യാറെടുപ്പും ഈ ഒരു വനം വകുപ്പിൻ്റെ ദൗത്യസംഘം നടത്തുന്നുണ്ട്. ഏതായാലും ആനയ്ക്ക് തൊട്ടരികിൽ തന്നെയാണ് ഈ വനം വകുപ്പിൻ്റെ ദൗത്യസംഘം ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജായി വനം വകുപ്പ് തന്നെ എടുത്തു പറയുന്നത്. മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ച് നിരന്തരം ആനയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി മറ്റ് ഗത്യന്തരമില്ലാതെ ആനയെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഒരുക്കിയിട്ടുള്ളത്. ഇർഫാൻ, നമ്മൾ ഇത്രയും ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അനുകൂലമായ ഒരു പ്രദേശത്തേക്ക് ആനയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 5ാം ദിവസമാണ്, ദൗത്യത്തിൻ്റെ 5ാം ദിവസമാണിന്ന്. ഇന്ന് 5ാം ദിവസത്തിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ തുറസായ പ്രദേശത്തിനോട് തൊട്ടടുത്ത സമീപത്തുള്ള കാട്ടിൽ ആനയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിന് 1 കിലോമീറ്റർ അപ്പുറത്തായാണ് ഈ ആന ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയായി പരമാവധി വലിയ വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു പാതയിലുള്ളത്. സമീപത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു അഡ്വാൻറ്റേജ് ഈ ദൗത്യസംഘത്തിനുണ്ട് എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. ഏതായാലും വൈകുന്നേരത്തോടുകൂടി 5ാം ദിവസത്തെ ഒരു ദൗത്യം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. ദൗത്യസംഘത്തിന് മുന്നിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ആനയെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ദൗത്യസംഘം ഉള്ളത് കൊണ്ട് തന്നെ ആന വൈകുന്നേരത്തോടുകൂടി ഈ ദൗത്യസംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും കാണുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ദൗത്യസംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ മോഴയാനയുടെ ഈ ബേലൂർ മഗ്നയുടെ കൂടെ ഉണ്ടായിരുന്ന മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കുറച്ചുകൂടി എളുപ്പമാക്കുന്നു. പക്ഷേ അപ്പോഴും ഈ കാട്ടുപോത്തുകളും മറ്റ് മൃഗങ്ങളുമൊക്കെ ആ പരിസരത്തുണ്ടെന്ന് നേരത്തെ ഇർഫാൻ പറയുന്നുണ്ടായിരുന്നു. അതൊരു പ്രശ്നമല്ലേ? അപ്പോൾ അതിനെയൊക്കെ അകറ്റിയിട്ട് വേണമല്ലോ ഈ ആനയെ വെടിവെക്കാൻ.
തീർച്ചയായിട്ടും ആനയെ വെടിവെക്കാൻ ഈ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള മറ്റ് വന്യജീവികളെ തുരത്തിയിട്ട് വേണം എങ്കിൽ അതിന് ഗുണകരമാകുന്ന രൂപത്തിൽ കുങ്കിയാന കോന്നി സുരേന്ദ്രൻ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന ആ സംഘം കോന്നി സുരേന്ദ്രൻ്റെ സംഘം ഈ കാട്ടുപോത്തിനെ തുരത്താനുള്ള ഒരു പ്രക്രിയയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് കോന്നി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഇതിലും പൊക്കത്തിലാണ് അല്ലെങ്കിൽ ഇതിലും ഉയരത്തിലാണ് ഇവിടെ ആന നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ഒരു കുറ്റിക്കാടുള്ളത്. അതിന് തൊട്ടപ്പുറത്തായാണ് ഈ മാനവേൽ എന്ന് പറയുന്ന അമ്പലമുക്ക് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ആ പ്രദേശം ഒരല്പം തുറസായ സ്ഥലമാണ്. കാടിന് നടുവിലെ ഒരു വയൽ എന്ന രീതിയിൽ ചതുപ്പ് എന്ന രീതിയിൽ പറയാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അവിടേക്ക് ആനയെ തുരത്തിയ ശേഷം വെടിവെക്കാനാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. അതിനുള്ള സന്നാഹങ്ങൾ എല്ലാം തന്നെ അവിടെ സജ്ജമായി കഴിഞ്ഞു. കൂട്ടമായി തന്നെ മാൻകൂട്ടങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ തുരത്തിക്കൊണ്ട് ആനയെ വൈകുന്നേരത്തോടുകൂടി തന്നെ വെടിവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 50 മീറ്റർ വരെ ആന ഇപ്പോൾ ഉള്ളത് ബാവലി ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി ഉണ്ടായിരുന്ന ബാവലിയിൽ നിന്ന് ഇപ്പോൾ മാനവേൽ പ്രദേശത്തേക്ക് ആന എത്തിയിരുന്നു. പ്രധാന കുട്ടയിലേക്ക് പോകുന്ന പ്രധാന റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രധാന ആനത്താരി ക്രോസ് ചെയ്തുകൊണ്ടാണ് ആന ഇപ്പോൾ അങ്ങോട്ട് പോയിരുന്നത്. അപ്പോഴും വനംവകുപ്പ് പറയുന്നൊരു കാര്യം, ഈ മക്കനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മോഴയാന ഇപ്പോൾ ഇല്ല എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആ ഒരു പ്രദേശം ക്രോസ് ചെയ്ത് പോയത് വലിയൊരു നേട്ടമായി തന്നെയാണ് ഇപ്പോഴും വനംവകുപ്പിൻ്റെ ദൗത്യസംഘം കാണുന്നത്. കാരണം ആനയെ ഒറ്റയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. കാട്ടുപോത്ത് കൂട്ടം ഉണ്ടെങ്കിൽ പോലും അതിനെ തുരത്തി പടക്കം ഉപയോഗിച്ചും മറ്റ് കുങ്കിയാനകൾ ഉപയോഗിച്ചും തുരത്തിയ ശേഷം ആനയെ ഒറ്റയ്ക്ക് കിട്ടിയ ശേഷം ആനയെ വെടിവെക്കാനുള്ള ഒരു അവസരത്തിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ ദൗത്യസംഘം. ശരി ഇർഫാൻ, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ഇത്രയും ദിവസത്തെ ഈ ദൗത്യത്തിനിടയിൽ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മിഷൻ ബേലൂർ മക്നയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ആനയെ ഒരു തുറസായ പ്രദേശത്തിന് അടുത്തേക്ക് എത്തിക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ തുറസായ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കാനായിരിക്കും ശ്രമം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ആ ഭാഗത്ത് കാട്ടുപോത്തുകളും മറ്റ് വനത്തിലെ മൃഗങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൂടി തുരത്തിയിട്ട് വേണം കാട്ടാനയെ മയക്കുവെടി വയ്ക്കേണ്ട ദൗത്യത്തിലേക്ക് ഈ ദൗത്യസംഘത്തിന് പോകാൻ എന്നുള്ളതാണ്. ഈ സാധാരണഗതിയിൽ ഈ ബേലൂർ മക്നയുടെ കൂടെ ഉണ്ടായിരുന്ന മോഴയാന ഇപ്പോൾ കൂടെ ഇല്ലാത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന ഘടകം കൂടിയാണ്. അതാണ് ഇർഫാൻ നമുക്ക് നൽകിയത്.